ഇങ്ങനെ വെട്ടേറ്റ് കിടക്കുന്നതാണ് കാണുന്നത്. അതായത് ഞങ്ങളെല്ലാം പകച്ചു പോയി നിന്ന്. പുള്ളി ഇങ്ങനെ വിട്ടുകൊണ്ട് ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുക. പുള്ളിക്കാരൻ ഓടി എന്നെ ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്നെ പിടിച്ചു തള്ളി. പുള്ളിക്കാരെ സ്ത്രീക്ക് മാല വേണം, കമ്മൽ വേണം, അവൾക്ക് മുഖത്ത് വയ്ക്കുന്ന ക്രീം വേണം. അത് ആഡംബരമൊന്നോ? അത് ആഡംബരമല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. എന്നൊക്കെ അങ്ങനെ നമ്മൾ വിളിച്ചും പറഞ്ഞു ഇരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കണ്ണുമുമ്പിൽ കിടന്ന് ഇങ്ങനെ പിടയുമ്പോഴേ ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് 6:30 ആ കൊച്ചു വിളിച്ചു പോകുന്ന കേട്ടോണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. മോൻ വിളിച്ചു പോകുന്നത് കേട്ടോണ്ടാ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ വെട്ടേറ്റ് കിടക്കുന്നതാണ് കാണുന്നത്. അതായത് ഞങ്ങളെല്ലാം പകച്ചു പോയി നിന്നുപോയി. എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. എന്നും ഇവരെ വീട്ടിൽ ഇങ്ങനെ വാക്കർക്കവും വിളിച്ചുവെക്കും ഒക്കെ കേൾക്കും. നമ്മളത് കാര്യമാക്കുന്നില്ല, എന്നും കേൾക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ വെളുപ്പിന് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങൾ വെളുപ്പിന് 3 മണിയാകുമ്പോൾ ടാപ്പിങ്ങിന് തോട്ടത്തിൽ പോകും. ഈ കൊച്ചു വന്ന് രാവിലെ സ്കൂളിൽ പാനി കൊണ്ടുവന്ന് കുളിച്ച് ഒരുങ്ങി കൊച്ചു പോകുന്നതാണ്. അന്ന് ഞങ്ങൾ പോയില്ല, മഴയായതുകൊണ്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എന്തെങ്കിലും അറിഞ്ഞിരുന്നേ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താവുന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ? അതെല്ലാവർക്കും അയൽവാസികൾക്കായാലും എങ്ങനെ ആയാലും തോന്നത്തില്ലേ, നമ്മൾ പെട്ടെന്ന് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലേ? അതേ ഒരു അവസ്ഥയിലായിപ്പോയി. അവർ പണ്ടേ ഞാൻ ഇവിടെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് കൊച്ചു പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. 10-26 വർഷമായി എന്നെ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട്. അന്നും വലിയ കൊച്ചു പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇവർ പ്രണയത്തിലായോ എന്തോന്ന് നമുക്ക് അറിയത്തില്ല. തൊട്ട് മുകളിലാണ് വീട്, പിന്നെ തൊട്ട് താഴെ എൻ്റെ വീട്. അപ്പം പിന്നെ അന്ന് ആ കൊച്ചുനാളി മൂലം എനിക്കറിയാം. വലുതായിട്ട് എൻ്റെ അടുത്ത് വിഷമങ്ങളൊന്നും പറയത്തില്ല, പൂർണ്ണമായിട്ടൊന്നും പറയത്തില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും പോയിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അടുത്തടുത്തുള്ളത് സമയം സംസാരിക്കുകയൊക്കെ ചെയ്യാം, അല്ലാതെ പ്രത്യേകിച്ചൊന്നും എന്നോടൊന്നും പറയത്തില്ല. തൊട്ട് വീടുന്ന കൊച്ചു ഞാനുമോ ഓടി ചെല്ലുന്നത്, ഞങ്ങൾ രണ്ടും മുമ്പേ ഓടി ചെല്ലുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ വിട്ടുകൊണ്ട് ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുക. അപ്പം നമുക്ക് പകച്ചു നിന്നുപോയി. എന്ത് ചെയ്യണം, എല്ലാം സ്തംഭിച്ചായിപ്പോയി. ഞങ്ങളെല്ലാം സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലായിപ്പോയി. പിന്നെ എല്ലാവരും ആൾ കൂടി എല്ലാവരും എടുത്ത് മേളി റോഡിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കിയത്. പുള്ളിക്കാരൻ ഓടി ഞാൻ ഓടിച്ചെന്നപ്പോൾ എന്നെ പിടിച്ചു തള്ളി. പുള്ളിക്കാരൻ എന്നെ പിടിച്ചു തള്ളുമല്ലായിരുന്നു, പിന്നെ ചീത്ത വിളിച്ചുകൊണ്ട് എന്നെ പിടിച്ചു തള്ളി. അപ്പോൾ അവരെ കുഞ്ഞമ്മ ഓടി വരുന്നത്. മേളിൽ താമസിക്കുന്ന ശാലിനിയുടെ അമ്മയും തൊട്ട് മേളിൽ താമസിക്കുന്ന അന്നമ്മയെന്ന് പറയുന്ന ഒരു അമ്മയും കൂടി ചെന്നു. അവരെയാണ് കവർ വെച്ച് ഇവിടെ ചെള്ളക്കൊക്കെ അടിച്ചത്. ഇങ്ങനെ വീശി അവരങ്ങ് പോയി. അപ്പോഴത്തേന് ലീലമ്മ വന്നു, അവരമ്മ വന്നു, അവരമ്മയും പിടിച്ചു തള്ളി. അവരമ്മ വീഴുന്ന സമയത്ത് ആ കോൺക്രീറ്റ് തറയിലങ്ങനെ അടിച്ചായിരുന്നെങ്കിൽ തലയോ നടുവോ എല്ലാം ഒക്കെ പൊട്ടിപ്പോയേനെ. ആ അവസ്ഥയിലായിപ്പോയി. പിന്നെ എല്ലാം വെപ്രാളമായിപ്പോയി. എങ്ങോട്ട് പോയെന്നൊന്നും അല്ലാത്തൊരു. ഒരു ചെറിയൊരു കൈ ഇങ്ങനെ വെട്ടുന്നത് പോലെ തോന്നി. തോന്നലായിരിക്കും, അറിയത്തില്ല. അതേ അവസ്ഥയായിപ്പോയി. ചെറുക്കൻ നിലവിളിക്കുന്നുണ്ടാണ് ഞങ്ങൾ ഓടിച്ചെന്നത്. അതിരാവിലെ 6:30 ആയതേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരെങ്ങനെ ഓടിപ്പോകുന്നത് എന്നെയും ചീത്ത വിളി. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഞാൻ എന്തിനാ ചെന്നതെന്ന് പറഞ്ഞ് എന്നെയും ചീത്ത വിളിച്ചുകൊണ്ട് മറ്റേ അമ്മയൊക്കെ തള്ളിയിട്ടുകൊണ്ട് പോകുന്നത്. ശാലിന്യം പെരുമാറ്റമൊക്കെ നല്ല സ്വഭാവമായിരുന്നു. എല്ലാവർക്കും നല്ല ഉപകാരിയായിരുന്നു. എല്ലാവർക്കും നല്ല. ഞാനായാലും എൻ്റെ ഭർത്താവ് വയ്യാതെ നടന്നായാലും ശരി, ഞാൻ കശുവണ്ടി ഫാക്ടറി പോകുന്ന സമയത്ത് ശാലിനിയെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ശാലിനി അവരമ്മ. അവരാരും നമുക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, നമുക്കൊരു ദ്രോഹമില്ല. അവർ നല്ല ആഡംബര. ഒരു സ്ത്രീക്ക് മാല വേണം, കമ്മൽ വേണം, അവൾക്ക് മുഖത്ത് വയ്ക്കുന്ന ക്രീം വേണം. അത് ആഡംബരമൊന്നോ? അത് ആഡംബരമല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല അത് ആഡംബരമാണെന്ന്. നമുക്കൊരു കമ്മൽ വേണം, ഒരു മാല വേണം, അല്ലെങ്കിൽ മുഖത്ത് വയ്ക്കുന്ന ക്രീം, ഇതൊക്കെ വയ്ക്കുന്നത് ആഡംബരമല്ലത്. അതാണ്. ഒരു ഡ്രസ്സ് ഇടണ്ടേ? എന്നും ഒരു പന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നാൽ മതിയോ? നമുക്കൊരു ഡ്രസ്സ് ഇടണ്ടേ? അതൊക്കെയാണ്. ഒന്നുമില്ലാതെ എൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പം ഞാനാണ് എൻ്റെ സ്ഥലവും വീടും ഒക്കെ റെഡിയാക്കിയത്. അവസാനം എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ അപ്പം നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ. ആ വീഡിയോ വന്നിരിക്കുന്നത് ഐസക്ക് ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ലൈവായിട്ട്. കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അവസാനം ഞാൻ വണ്ടി മേടിച്ചു കൊടുത്തു. ആ വണ്ടി അവസാനം അനാവശ്യമായിട്ട് മറ്റുള്ള പല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഐസക് ഇപ്പം വീഡിയോക്കകത്തൂടെ പറയുന്നത്. ഇതൊക്കെ ഒരു തൊട്ടടുത്തുള്ള ആളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? അത് ഇവർ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വണ്ടിയുടെ കാര്യത്തെപ്പറ്റി നമുക്കറിയത്തില്ല. അവരുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഇന്ന് ഇടപെടുന്നത് ശരിയാണ്. പിന്നെ എന്തെങ്കിലും അവർ ചർച്ച എന്നും വഴക്കായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ വസ്തുവിന് എഴുതി കൊടുത്തത്, ഇത്രയും ഭാഗത്ത് വസ്തുവിന് എഴുതി കൊടുത്തത് ഞങ്ങൾ ആ വീടിന് പണ്ട് ഞങ്ങളാ എഴുതി കൊടുത്തത്. അപ്പോൾ ആ കൊച്ചിന് കിട്ടിയ വസ്തുവാണ് ഇത്.
മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ശാലിനി കിട്ടിയ ഓവരിയാ അത്. ആ വസ്തു, ആ കൊച്ചിൻ്റെ പേരിൽ കിടക്കുന്ന വസ്തു അത്. പിന്നെ അവർ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട്, ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് അവർ പണിതെടുത്ത വീട്. അയാളോട്ട് കൂടുതൽ അടുപ്പമൊന്നും ഞങ്ങൾ കാണിച്ചിട്ടൊന്നുമില്ല. ഈ കൊച്ചുമായിട്ട് വന്ന അന്ന് മുതലുള്ള 10-25 വർഷം 26 വർഷം കൊണ്ടുള്ള കൊച്ചുമായിട്ടുള്ള സഹകരണം, അവരമ്മയായിട്ടുള്ള സഹകരണം, അയൽവക്കമായിട്ടുള്ള സഹകരണം. അല്ലാതെ ഈ അയാളുമായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാട്ടെ, അയാളുമായിട്ട് വലിയ സഹകരണമൊന്നും അയാളുമായിട്ടില്ല. പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? പെരുമാറ്റമൊന്നും നമ്മൾ കൂടുതൽ അടുത്തിട്ടില്ലല്ലോ. സംസാരിക്കും, നമ്മൾ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് പോവും. ഇപ്പഴാ തോന്നിയത്. കൊല്ലണ്ടെന്ന് മാത്രമാണോ? കൊന്നു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, അതായത് അയാൾ നിരപരാധിയാണ്, അയാൾ ഇത് ചെയ്തത് സന്തോഷത്തോട് പുള്ളി ആ കൊച്ചി സ്ഥലത്തില്ല, ആ കൊച്ചില്ലല്ലോ, ആ കൊച്ചിന്റെ സങ്കടങ്ങൾ പറയാൻ ആ കൊച്ചില്ലല്ലോ, ആ കൊച്ചില്ല. പിന്നെ ആ കൊച്ചിന്റെ കാര്യം എങ്ങനെ പറയും? പുള്ളി ഇട്ട വീഡിയോ എല്ലാവരും കണ്ടു. ഇങ്ങനെയുള്ള നല്ല ശിക്ഷ കൊടുക്കണം, അത്രേ ഉള്ളൂ. ആ കൊച്ചിനോട് കൂടുതൽ നമ്മൾ അടുത്ത അയൽവാസിയല്ലേ, എന്തുവാന്ന് എന്തുവാ എന്ന് ചോദിക്കും. നമ്മൾ എന്തെങ്കിലും വിശേഷം ചോദിക്കും. ഇവിടെ നിന്നാലും അവിടെ നിന്ന് മിറ്റം തൂക്കുന്നത് ഞാൻ കാണും. മിറ്റത്തിറങ്ങുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വിളിക്കും. ഇയാൾ അവിടെ പോയതാ ഇത്രയും നേരം, അല്ലെ ഞാനും ചോദിക്കും, ഒച്ച എന്താ താമസിച്ചത്, സ്കൂളിൽ പോരാൻ കഴിഞ്ഞ് താമസിച്ചു പോയി എന്നൊക്കെ. അങ്ങനെ നമ്മൾ വിളിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കണ്ണുമുമ്പിൽ കിടന്ന് ഇങ്ങനെ പെടയുമ്പോഴേ ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് മുക്തിയാകാൻ. ഇത് പണ്ട് ഈ കൊച്ചിങ്ങനെ, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 6-7 വർഷത്തിന് മുമ്പ് ഈ കൊച്ചിങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഞങ്ങളെല്ലാം ഓടിച്ചെന്നതായിരുന്നു. അന്നേരവും വെള്ളം കോരി ഒഴിച്ച് രക്ഷപ്പെടുത്തിയതാണ് കാര്യം. മണ്ണെണ്ണ എടുത്ത് ദേഹത്ത് ഒഴിച്ചായിരുന്നു. ഈ ശാലിനി പണ്ട് ഇങ്ങനെ പകലുണ്ടായപ്പം സ്വന്തമായിട്ട് മണ്ണെണ്ണ എടുത്ത് ദേഹത്ത് ഒഴിച്ചായിരുന്നു. ആ പൊടിക്കൊച്ചിൻ്റെ ദേഹത്തും. ഈ കൊച്ചിനെ ചെറുക്കനിപ്പം 8-7 എങ്ങാണ്ടാണ് പഠിക്കുന്നത്. അതിന് കുഞ്ഞും പരുവത്തിൽ. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഓടിച്ചെന്നായിരുന്നു. അന്നും ഇതേപോലൊരു സംഭവം ഉണ്ടായതാണ്. ആ കൊച്ചു സ്വന്തമായിട്ട് ചെയ്തതാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളി ഒന്ന് വരച്ചിരുന്നെങ്കിൽ അന്ന് പോകേണ്ടതായിരുന്നു, ഈ കൊച്ചും അമ്മയും പോകേണ്ടതായിരുന്നു. പക്ഷെ അന്ന് മുതലേ ഇത്രയും സീരിയസ് ആയ വിഷയങ്ങൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു. അതാണ് സത്യം, അല്ലേ? അന്ന് എത്ര വയസ്സുണ്ടായി കൊച്ചിന്, ഇളയ കൊച്ചിന്? മൂത്തത് കുഞ്ഞാ. പിന്നെ ഒരു 3 വയസ്സ് കാണുമായിരിക്കും, അത്രേ കാണും. അപ്പോഴാണോ അന്നേരം ഈ കൊച്ചു തലയിൽ കൂടെ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചായിരുന്നു. ഈ കുഞ്ഞിന്റെയും കൊച്ചിന്റെയും തലയിൽ കൂടെ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചായിരുന്നു. നമുക്കറിയാം ആരാ ഒഴിച്ചെന്നാൽ ശാലിനി ഒഴിച്ചെന്നോ അയാൾ ഒഴിച്ചെന്നോ നമുക്കറിയത്തില്ല. ഞാൻ ഓടിച്ചെന്ന് കുഞ്ഞിന്റെയും ദേഹത്തൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങൾ. അന്നും ഈ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയത്. അയൽക്കാരൊക്കെ ചെന്നാൽ കൂടുതൽ ആ കൊച്ചു ആരോട് മിണ്ടുന്നോ അവരോട് ഇവൻ ചീത്ത വിളിച്ചിരിക്കും. നമ്മൾ അവരെ കുടുംബം നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും മിണ്ടിയാലും മേളിലൊരു അമ്മയുടെ ഒരു കുഞ്ഞമ്മ എന്ന് പറയുന്ന വകയിലൊരു കുഞ്ഞമ്മയുണ്ട്. ആ കുഞ്ഞമ്മയോട് വൈരാഗ്യം. കാരണം വെച്ചാൽ അവിടെ ചെന്നിരുന്ന കാര്യം പറയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരും കൂടെ ഈ കൊച്ചിനെ ഏഷ്യന് കൂട്ടി കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആരും മിണ്ടിയാലും അവർ പിന്നെ ഇവരിനെ ഏഷ്യന് കൂട്ടി കൊടുക്കുക, കുടുംബജീവിതം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാനും പറ്റത്തില്ല. ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും, ചീത്ത വിളിക്കും നമ്മളെ. ഇപ്പം ചെന്നല്ലേ ഓടി അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ, ആ വീടിൻ്റെ അടുത്ത് പോലും ചെന്നില്ല. ഞാൻ ഇവിടെ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും അവൻ എന്നെ ചീത്ത വിളിച്ച് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴേ മറ്റേ കൊച്ചു ഞാനും കൂടെ ഓടിച്ചെന്നപ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. അതിൽ നിന്നങ്ങോട്ട് ഞെട്ടലിൽ നിന്നങ്ങോട്ട് മാറാൻ കഴിയുന്നില്ല. നമുക്ക് അവരെ മനസ്സിലിരിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ലായിരുന്നല്ലോ എന്തുവന്ന്. ആ കൊച്ചു മേളിലാണ് അങ്ങ് അവരമ്മയുടെ കൂടെ താമസിക്കുന്നത്. ഇവിടെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് നമുക്കൊന്നും അതേപ്പറ്റി ഒന്നും അറിയാൻ പറ്റത്തില്ല. എന്തോ വിഷയമൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പം വരും, ചിലപ്പം വരാതിരിക്കും, നമുക്കറിയത്തില്ല. അതേപ്പറ്റി രാത്രിയിലാണ്ട് ഇവിടെ കഥ അടയ്ക്കും, ഞങ്ങളും കഥ അടയ്ക്കും സന്ധ്യയാകുമ്പോൾ. അപ്പം വരുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇനി തള്ളയുടെ കൂടെ കിടക്കുമോ, ഇനി താഴെറങ്ങി വരുമെന്ന് അറിയത്തില്ല. അന്ന് ആ മൂത്ത ചെറുക്കം അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ഇന്ത്യ മോനെ നീ ഇന്ത്യയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു മിനിയമ്മയെന്ന് പറഞ്ഞു. സംശയത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ആ കൊച്ചു ഇല്ലല്ലോ, ആ കൊച്ചുണ്ടെങ്കിൽ പറയുന്ന ആ കൊച്ചു ഇയാൾ പറയുന്നതിനൊപ്പം ലൈവ് ഇട്ട് കേൾക്കായിരുന്നു. ഈ കൊച്ചിൻ്റെ മാനസികാവസ്ഥ എന്തോന്നറിയാം. തിരുവനന്തപുരത്തൊക്കെ ഏറ്റവും കൂടുതലൊക്കെ പോയിട്ടുള്ള ശാലിനിയാണ് പോയിട്ടുള്ളത്. ഗുളിക മേടിക്കാനൊക്കെ പോയിട്ടുള്ളത് ശാലിനിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ വണ്ടി വിളിച്ചോണ്ടാണ് പോകുന്നത്. മൂത്ത കൊച്ചിന് ക്യാൻസർ പേഷ്യൻ്റ്. അന്നേരം അതിന് ഗുളിക മേടിക്കാനെ കൊണ്ടേ വെളുപ്പിനെ ഞങ്ങളുടെ വണ്ടിയാണ് വിളിച്ചോണ്ട് പോകുന്നത്. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ടാപ്പിങ്ങിന് പോകുമ്പോൾ ഞങ്ങളാ സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കിയിട്ട് പോകുന്നത്. ഇയാള് കുഞ്ഞുനാളിലൊക്കെ ഇയാള് പിന്നെ ഗുളിക മേടിക്കാനൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൊച്ച ഈ ചെറുക്കന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് മൊത്തവും കിടന്നത് ഈ കൊച്ച. ഇത്ര ഈ 18 വയസ്സ് വരെ മെഡിക്കൽ കോളേജിൽ കിടന്നത് ഈ കുഞ്ഞിനെ കൂടെ ഒത്തിരി മെഡിക്കൽ കോളേജിൽ കിടന്ന ഈ കൊച്ചു. അന്നല്ല ഈ കൊച്ചാണ് കഷ്ടപ്പെട്ടത്. ഈ കൊച്ചും അവരമ്മയും കിടന്ന് കഷ്ടപ്പെട്ടത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്.
ഈ സ്വന്തം അമ്മയും സ്വന്തം അമ്മയും ഈ ശാലിനിയുടെ അമ്മയും ശാലിനിയാണ് കഷ്ടപ്പെട്ടത് മൊത്തം. മെഡിക്കൽ കോളേജിൽ ചെന്ന് കിടക്കണമെങ്കിൽ ഒരവസ്ഥ KSAT ചെന്ന് കിടക്കണമെങ്കിൽ അത് ഇവര് തമ്മിൽ വലിയൊരു മൽപ്പിടുത്തം പോലെ ഉണ്ടായിരുന്നായിരിക്കും വീട്ടില്. ആയിരിക്കാം, അതായിരിക്കാം. വരയ്ക്കകത്ത് കുളിക്കാൻ വന്ന കക്ഷിയല്ലയോ, ഇറങ്ങി ഓടിയ അവസ്ഥയിലെങ്ങാനും ഇനി വല്ല സംഭവിച്ചു കാണും എന്നുള്ളതാണ്. ഉണ്ടായി കാണും. അല്ലെങ്കിൽ അയാളുടെ കൈ മുറിഞ്ഞിരിക്കുമില്ല. ഇല്ല ഇങ്ങനെ പറഞ്ഞല്ലേ പുള്ളിക്കാരി പറഞ്ഞല്ലേ ഈ ഒരു ബർത്ത്ഡേക്ക് വന്നതാ വെള്ളിയാഴ്ച ഇവിടെ കേക്ക് മുറിക്കാനായിട്ട്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാ പോയത്. ഈ ഐസക്ക് വന്നില്ല. ശാലിനി 2 പിള്ളേരും ഞങ്ങൾ ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടാ പോയത്. ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ മൂത്ത ചെറുക്കനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ. അവന് വയ്യാത്തവനല്ല, അവനെ പറ്റിയ ഏറ്റവും കൂടുതൽ വിഷമം. അപ്പോൾ ശാലിനി 2-3 ട്രിപ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അയാളുടെ പേർക്ക്. 3-4 ട്രിപ്പ് കേസ് കൊടുത്തത് ഈ പീഡനത്തിന്റെ പേരിൽ. അയാൾ ഈ വഴക്കുണ്ടാക്കുന്ന പേരിലും സംശയത്തിന്റെ രീതിയിലൊക്കെ കേസ് കൊടുത്തത്. പാർട്ടിയെ കൊടിയെത്തിയതും ഭാര്യയെ വിളിച്ചോണ്ട് പോയതും അയാളാ. ഭാര്യയെ വിളിച്ചോണ്ട് പോയതും ഇവര് സജീവ പാർട്ടി പ്രവർത്തകരുമായിരുന്നു. പെട്ടെന്ന് ഇയാള് DMK പെട്ടെന്ന് മാറി ഭാര്യയോട് മാറാൻ പറയുന്നു. ഒരു വല്ലാത്തൊരവസ്ഥയില് ഞങ്ങളെയൊക്കെ വന്ന് വിളിച്ചതാ. പോയില്ല. പിന്നെ കൊച്ചു വിളിച്ചപ്പോഴാ ഞാൻ. ഇവർ ഇന്റർകാസ്റ്റ് മാരേജ് ആണോ? അതായത് രണ്ട് സമുദായമാണോ? 2 സമുദായോ. പുള്ളി SC ആണെങ്കിലും പള്ളിയും ക്രിസ്ത്യാനിയും. പുള്ളിക്കാരി ഹിന്ദുവായിരുന്നു, ഐസക് ക്രിസ്ത്യാനിയായിരുന്നു. സ്നേഹിച്ച് കിട്ടിയതാണ്. രണ്ടുപേരും രാഷ്ട്രീയ പാർട്ടിയിലും സജീവമായിരുന്നു. അതിൽ എവിടെ കൊടിയൊക്കെ കുത്തിയത് അയാളായിരുന്നു. എടിയങ്കട കൊടിയൊക്കെ ഈ റോഡ് മുതൽ അങ്ങോട്ട് കുത്തിയത് അയാളായിരുന്നു. പെട്ടെന്ന് അയാൾ പാർട്ടിയെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല. അവരുടെ വിഷയം എന്തോന്നും നമുക്കറിയത്തില്ല. കുടുംബത്തിൽ നടക്കുന്നത് ഭാര്യ ഭർത്താവ് വിഷയം എന്തോന്നും നമുക്കറിയത്തില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.